Hello guys, welcome back to my channel Simple Jeevan. അപ്പോൾ guys കുറേ നാളായി നമ്മളൊരു ട്രെൻഡ് കാണുന്നുണ്ട്. അത് 3D ഫോട്ടോ ആയിട്ട് കാണുന്നത്. അപ്പോൾ guys ഈ ഒരു ഷോർട്ട് വീഡിയോ കണ്ട് ഏകദേശം 3D ഫോട്ടോ എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ guys 3D ഫോട്ടോയുടെ ട്രെൻഡിലെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് guys. അപ്പോൾ guys ഈ വീഡിയോ അവസാനം മൊത്തം കാണുക ഏകദേശം എന്താണ് ഏതാണ് മനസ്സിലാവും. അപ്പോൾ ഗൈസ് ഈ ചാനൽ വീഡിയോ തുടങ്ങുമ്പോൾ എനിക്കൊരു 3 കാര്യം ചെയ്തു തരണം. ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ, പിന്നെ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ അമർത്തിയിട്ട് കയറി വന്നാൽ മതി കേട്ടോ. ശരി എന്നാൽ ബൈ. സോ ഗൈസ് ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ തുറക്കണമെങ്കിൽ നമുക്കൊരു VPN ആവശ്യമാണ്. അപ്പം ഞാൻ ചൂസ് ചെയ്യാറുള്ളത് ക്വിക്ക് VPN ആണ്. അപ്പം ക്വിക്ക് VPN എന്താ പറയുക, ഞാൻ പബ്ജിക്ക് ഉപയോഗിക്കുന്ന വേണ്ടി ഈ ഒരു VPN ഉപയോഗിക്കണം. അപ്പം നിങ്ങൾക്ക് US സെർവർ യൂസ് ചെയ്താൽ മതി, അല്ല ഒന്നും വർക്കൗട്ട് ആകത്തില്ല. അപ്പം നമുക്കൊരു പരസ്യം കണ്ടിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് VPN കണക്റ്റായി തുടങ്ങി. അപ്പം എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെ CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഒരു ന്യൂ പ്രോജക്റ്റ് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. ന്യൂ പ്രോജക്റ്റ് എന്ന് അമർത്തിയ ശേഷം നമുക്ക് ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫോട്ടോസ് ജസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പം എൻ്റെ അത് കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പം നമ്മൾ എന്നെ കാണിക്കുക, എൻ്റെ മൃഗക്കുട്ടിയായ ഒരു പട്ടീനെ ഫോട്ടോ കാണിക്കാം. അപ്പോൾ ഞാൻ ഒരു പട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്തു. അപ്പം ജസ്റ്റ് ആഡ് കൊടുത്ത ശേഷം ഓക്കെ ഒരു ഫോട്ടോ നമ്മുടെ ടൈം ലൈനിൽ കാണുന്നത്. അപ്പോൾ ആ ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത ശേഷം സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോക്കിയിട്ട് 3D സൂം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ജനറേറ്റിംഗ് അല്ല പ്രോസസ്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഫോട്ടോ 3D ആയിട്ട് വേണം. അപ്പം ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാലോ. അപ്പം എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ മേലെ കാണുന്നത്. അപ്പം എക്സ്പോർട്ട് ഏത് റെസൊല്യൂഷൻ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ ആപ്പ് ക്വിറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ ഫോട്ടോസ് എടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം ഗൈസ്, മാക്സിമം അതേ സെയിം ആസ്പെക്ട് റേഷ്യോ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സെയിം റെസൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ ഈ 3D ഫോട്ടോസ് എടുക്കുമ്പോൾ. അത് റീൽസിലായാലും ശരി, ജോഷ് അതുപോലത്തെ 1 minute ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷൻസിലായാലും ശരി ഒരു മെത്തേഡ് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഇൻട്രോ കണ്ടല്ലോ, ആ ഇൻട്രോ കണ്ടപ്പോൾ പല ഫോട്ടോസ് പല രീതിയാണ് എടുത്തേക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ ലാൻഡ്സ്കേപ്പ് റെസൊല്യൂഷനാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ അമർത്തി വരണം. സോ ഗൈസ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.